കൂട്ടുകാരിയെ ചെമ്പനീർ പൂവിൻ്റെ ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശ്രുതിയുടെ ചെറിയച്ചനായിട്ട് വന്ന ബീരാന് ശ്രുതിയുടെ ആരുമല്ലെന്നും ഒരു ഇറച്ചി വെട്ടുകാരനായ പാവം മനുഷ്യനാണെന്ന് സച്ചി തിരിച്ചറിയാണ്. അതോടുകൂടെ പൗഡർ എടുത്തിയുടെ അഹങ്കാരങ്ങ് കുറച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നീലിമയുടെ കയ്യിൽ നിന്ന് വാങ്ങി കാശുമായിട്ട് പുതിയൊരു ബിസിനസ് ആരംഭിക്കുന്നുണ്ട് ശ്രുതിയും കൂടെ. അങ്ങനെ എങ്ങനെ കാശ് ചിലവഴിക്കുമെന്ന് ആലോചിച്ച് നിൽക്കുന്ന ശ്രുതിക്കാണെങ്കിലോ മേലല്ലെങ്കിൽ പണിയെടുക്കാൻ പറ്റുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ മേശയ്ക്ക് പുറത്തിരുന്നോണ്ട് ആ ഒരു ബിസിനസ് നോക്കി നടത്തുകയാണ്. എന്നാലോ ഓരോ ദിവസം കഴിയുന്തോറും ബിസിനസ് താഴോട്ടെന്നല്ലാതെ മുകളിലോട്ട് പോകുന്നില്ല കേട്ടോ. അപ്പോഴും സച്ചി തന്നെയാണ് വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. അങ്ങനെ ഇരിക്കെ ശ്രുതിയുടെ ഫോണിലേക്ക് ബീരാൻ വിളിക്കുന്നുണ്ട്. ആ സമയത്ത് ഇയാളെന്തിനാ എന്നെ വിളിക്കുന്നത്, ഇയാളെക്കൊണ്ടുള്ള ആവശ്യമെല്ലാം തീർന്നല്ലോ എന്നും ചിന്തിച്ചുകൊണ്ട് ശ്രുതി ഫോൺ എടുക്കുന്നുണ്ട്. എന്താടോ തനിക്ക് വേണ്ടത്, താൻ എന്തിനാ എന്നെ ഇങ്ങനെ വിളിക്കുന്നത്? ഹലോ മേഡം, എനിക്കൊരു അത്യാവശ്യ കാര്യം പറയാനുണ്ട്. എന്ത് കാര്യമാണ് നിനക്ക് എന്നോട് പറയാനുള്ളത്? അത് പിന്നെ മേഡം, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. എന്ത് ഹെൽപ്പ്, എന്താ ഉദ്ദേശിക്കുന്നത്? അതെ, എൻ്റെ മോള് തീരെ സുഖമില്ലാതെ ഹോസ്പിറ്റലിലാണ്. പെട്ടെന്നൊരു ഓപ്പറേഷൻ വേണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്, അല്ലെങ്കിൽ അവളുടെ ജീവന്. അതിന് ഞാൻ എന്ത് ചെയ്യാനാണെന്ന് ശ്രുതി ചോദിക്കുന്നുണ്ട്. മേഡം, കുറച്ച് കാശ് തന്നെ എന്നെ സഹായിക്കണം, ഞാൻ എത്രയും പെട്ടെന്ന് തിരിച്ചു തരാം. ബീരാൻ ഒരു വാക്ക് പറഞ്ഞ വാക്കാണ്. ഇപ്പോൾ എൻ്റെ മോളുടെ അവസ്ഥ വളരെ ഗുരുതരമാണ്. അവൾക്ക് പെട്ടെന്നൊരു ഓപ്പറേഷൻ നടത്തിയില്ലെങ്കിൽ അവളുടെ ജീവന് വരെ ആപത്താണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അതിന് ഞാൻ എന്ത് ചെയ്യാനാണ്? എൻ്റെ കയ്യിൽ കാശൊന്നുമില്ല. പിന്നെ നീ എനിക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള പ്രതിഫലം ഞാൻ നിനക്ക് തന്നിട്ടുണ്ട്. മാഡം പ്ലീസ് മാഡം, എനിക്ക് മാഡത്തോടല്ലാതെ ചോദിക്കാൻ പറ്റുന്ന ഒരാളും ഇല്ല. അതുകൊണ്ടാണ് മാഡത്തിൻ്റെ അടുത്ത് ചോദിക്കുന്നത്. പ്ലീസ് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം, കുറച്ച് കാശെങ്കിലും തരണം. താൻ എത്രയാണ് ഉദ്ദേശിക്കുന്നത്? 1,00,000 രൂപയെങ്കിലും മാഡം തരണം. ബാക്കിയൊക്കെ എന്തെങ്കിലും ഞാൻ ചെയ്തിട്ട് അറേഞ്ച് ചെയ്യാം മാഡം പ്ലീസ്. അതെ, 1,00,000 രൂപയൊന്നും തരാൻ വേണ്ടി കഴിയില്ല. താൻ പോയി പണി നോക്ക്. അങ്ങനെ മോൾക്ക് അസുഖമാണെങ്കിൽ തന്തയല്ലേ നീ, എങ്ങനെയെങ്കിലുമൊക്കെ ചികിത്സിക്കുമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് ശ്രുതി. ഒരു മനസാക്ഷിയില്ലാതെയാണ് ശ്രുതി ആ സമയത്ത് സംസാരിച്ചത്. അങ്ങനെ ബീരാനാണെങ്കിലും ഫോണും പിടിച്ച് സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. എന്നിട്ട് വീണ്ടും മോൾക്കരികിലേക്ക് പോകുന്നുണ്ട്. ബീരാൻ്റെ മോൾക്ക് എന്തോ ഒരു അത്യാഹിതം സംഭവിച്ചിട്ടുണ്ട്. ബീരാൻ വിഷമിച്ച് നിൽക്കുന്നത് കാണുമ്പോൾ ബീരാൻ്റെ ഭാര്യ വന്ന് ചോദിക്കുന്നു, എന്താ പണം റെഡിയായോ എന്ന് ചോദിക്കുകയാണ്. ഇല്ല എന്ന് പറയുമ്പോൾ അവർ കരച്ചിലോടെ അകത്തേക്ക് പോവാം. നീ ഒന്ന് സമാധാനപ്പെടേ, എന്തെങ്കിലും വഴി കാണാതിരിക്കില്ല എന്ന് പറഞ്ഞ് ബീരൻ നെട്ടോട്ട് ഓടാണ് കേട്ടോ. ആ ഒരു സമയത്ത് ബീരൻ മീരയെ വിളിക്കുന്നുണ്ട്. മീരയെ വിളിച്ചിട്ട് കിട്ടാതായപ്പോഴാണ് ശ്രുതിയെ വിളിക്കുന്നത്. ശ്രുതിയാണെങ്കിലും ഇവർക്കൊക്കെ വിളിക്കാൻ കണ്ട സമയം ഏത് സമയം പണം, മോൾക്ക് ഓപ്പറേഷൻ, കള്ളം പറയാണ്. എങ്ങനെങ്കിലും തൻ്റെ കയ്യിൽ നിന്ന് പണം തട്ടണം, ആ ഒരു ചിന്ത മാത്രമേ ഇവനുള്ളൂ. എൻ്റെ കയ്യിൽ നിന്ന് അയാൾക്ക് 1 രൂപ പോലും കിട്ടില്ല എന്നും ചിന്തിച്ചുകൊണ്ട് ശ്രുതി പാർലറിലേക്ക് പോവാണ്. പൂവുമായിട്ട് രേവതിയും പോകുന്നുണ്ട്. അതിനുശേഷം സച്ചിയാണെങ്കിലോ ഓട്ടം പോവാണ് കേട്ടോ. സച്ചി ഇങ്ങനെ പോകുന്ന സമയത്ത് വഴിയോരത്ത് ഒരു വിജനമായ സ്ഥലത്ത് വെച്ചിട്ട് ഒരാൾ ആക്സിഡൻറ്റ് സംഭവിച്ച് നിലത്ത് കിടക്കുന്നുണ്ടോ. ഒരു ബൈക്കിൽ വന്ന ഒരാളായിരിക്കും. എന്ത് പറ്റി സാറേ എന്ന് ചോദിച്ച് സച്ചി വണ്ടി നിർത്തുന്നുണ്ട്. അതോ ആരെ അറിയില്ല, ഒരു വണ്ടി ബാക്കിൽ വന്ന് ഇടിച്ചു, ഞാൻ തെറിച്ചു പോയി, ഭാഗ്യത്തിലൊന്നും പറ്റിയില്ല. എന്നാലും കയ്യിലൊക്കെ മുറിവുണ്ടല്ലോ, നെറ്റിയും പൊട്ടിയിട്ടുണ്ട്, വാ ഹോസ്പിറ്റലിലേക്ക് പോവാം, ഞാൻ ആക്കിത്തരാം എന്ന് സച്ചി പറയാണ്. അങ്ങനെ സച്ചിയുടെ കാറിൽ അയാൾ കയറുന്നുണ്ട് കേട്ടോ. കുറച്ച് പ്രായമായ ഒരാളാണ്. സാറെന്തിനാ ബൈക്ക് എടുത്ത് ഒറ്റയ്ക്ക് ഇതിലൂടെയൊക്കെ യാത്ര ചെയ്യുന്നത്? ഇതത്ര നല്ല സ്ഥലമൊന്നുമല്ല. അതുകൊണ്ടാണ് ഇവിടെ CCTV ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ അപകടങ്ങൾ ചെയ്തിട്ടും അവർ നിർത്താതെ പോകുന്നത്. അയ്യോ മോനെ, ഞാൻ എന്നും കാറിലാണ് പോവാറ്. ഇന്ന് എൻ്റെ ഡ്രൈവർക്ക് തീരെ സുഖമില്ലായിരുന്നു, അദ്ദേഹം വന്നില്ല. ആ സമയത്ത് ഞാൻ ബൈക്ക് എടുത്ത് അത്യാവശ്യമായപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയതാ, അതിപ്പോൾ ഇങ്ങനെയുമായി എന്ന് പറയുന്നുണ്ട്. നല്ലൊരു ബിസിനസ് ചെയ്യുന്ന ഒരു മനുഷ്യനായിരിക്കും അത്. അങ്ങനെ സച്ചി, സാറ് പേടിക്കേണ്ട, എന്തായാലും നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം എന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. അങ്ങനെ ഹോസ്പിറ്റലിലെത്തിയ സച്ചി അയാൾക്ക് വേണ്ടി ലിസ്റ്റ് എടുക്കുകയും ഡോക്ടറെ കാണിക്കുകയും മുറിയെല്ലാം ഡ്രസ്സ് ചെയ്യാനൊക്കെ സഹായിക്കുന്നുണ്ട്. ആ സമയത്താണ് ബീരാൻ്റെ മോള് അഡ്മിറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഹോസ്പിറ്റലിലേക്ക് തന്നെയാണ് കേട്ടോ സച്ചി പോകുന്നത്. ബീരാൻ വന്നിട്ട് അവിടെ ഒരു സിസ്റ്ററോട് കാര്യം ചോദിക്കുന്നുണ്ട്. ഈ ഓപ്പറേഷത്തിന് എത്ര രൂപയാവും സിസ്റ്ററെ? ഇനി ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം അടച്ചാൽ മതിയോ? അതൊന്നും പറ്റില്ല, നിങ്ങൾ 4,00,000 രൂപ അടച്ചാൽ മാത്രമേ ഇപ്പോൾ ഈ കുട്ടിയുടെ ഓപ്പറേഷൻ നടക്കുള്ളൂ. എത്രയും പെട്ടെന്ന് അടക്കുന്നോ അത്രയും പെട്ടെന്ന് കുട്ടിയുടെ ജീവൻ ആപത്തില്ലാതെ രക്ഷപ്പെടും. വൈകുന്ന നിങ്ങൾക്ക് അറിയാമല്ലോ ഇതിൻ്റെ സീരിയസ്. പക്ഷേ ഞാൻ എത്രയൊക്കെ നോക്കിയിട്ടും 2,00,000 രൂപയെ എൻ്റെ കയ്യിലുള്ളൂ. ബാക്കി തുക ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. അതൊന്നും ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. സാർ ആരോടെങ്കിലൊക്കെ ചോദിച്ച് പെട്ടെന്ന് മോളുടെ ജീവൻ രക്ഷിക്കാൻ നോക്ക്. ഈ ഒരു സംസാരമെല്ലാം കേട്ട് സച്ചി തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ബീരാനെ കണ്ടതും ആകെ ഒന്ന് ഷോക്കാവുന്നുണ്ട്. ബീരാൻ കണ്ണ് നിറഞ്ഞുകൊണ്ട് തന്നെ കരഞ്ഞുകൊണ്ട് പോകുന്നതും കാണുന്നുണ്ട്. ഇതാ പൗഡറേറ്റിയുടെ ചെറിയച്ചനല്ലേ, ഇയാളെന്താ ഇവിടെ? അതും ഈ വേഷത്തിൽ എന്തൊരു പ്രൗഢിയോടുകൂടിയാണ് അന്ന് വീട്ടിലേക്ക് വന്നത്.
അങ്ങനെ ഇതാരാ എന്ന് സിസ്റ്ററോട് ചോദിക്കുമ്പോൾ അതൊരു പാവം മനുഷ്യനാ, ഒരു ഇറച്ചിവെട്ടിക്കാരൻ. അയാളുടെ മകള് ഓപ്പറേഷത്തിനായിട്ട് ICUവിലുണ്ട്. പക്ഷേ പണം തികയുന്നില്ല, 2 ലക്ഷം രൂപയും കൂടെ വേണം. ആകെ 2 ലക്ഷം രൂപയെ കയ്യിലുള്ളൂ. ഇനി അധികം വൈകിയാൽ ആ കുഞ്ഞിൻ്റെ ജീവിതം ആപത്താണെന്ന് പറയുന്നുണ്ട് സിസ്റ്റർ. സച്ചിയാണെങ്കിലോ ബീരാൻ്റെ പുറകെ പോവാണ്. വീരാൻ എവിടേക്കാണെന്ന് പോയതറിയാതെ നോക്കുന്ന സമയത്ത് ICUയുടെ മുമ്പിൽ വീരാനും മറ്റൊരു സ്ത്രീ നിൽക്കുന്നത് കാണുന്നുണ്ട്. അത് വീരാൻ്റെ ഭാര്യയാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ സച്ചിക്ക് മനസ്സിലായി. ഇക്ക ഇനി എന്ത് ചെയ്യും? നമ്മളുടെ മോളുടെ ജീവൻ രക്ഷിക്കാനായിട്ട് നീ സുഹറ, നീ എങ്ങനെ ബേജാറാവല്ലേ, എന്തെങ്കിലും വഴി പടച്ചോ കാണാതിരിക്കില്ല എന്നും പറയുന്നുണ്ട്. അതിനുശേഷം അവർ ICUവിൻ്റെ മുമ്പിലേക്ക് വന്ന് ഇങ്ങനെ കണ്ണീരൊഴിക്കുക. സച്ചി അങ്ങോട്ട് പോകുന്നുണ്ട്. സച്ചി എന്നിട്ട് ആ കുഞ്ഞിനെ നോക്കുന്നുണ്ട്. ആ സമയത്ത് സച്ചിക്ക് മനസ്സിലാവാണ് ഇയാൾ വളരെ ഒരു ആപത്ത് പിടിച്ച സമയത്താണെന്ന് കാര്യം മനസ്സിലാകുന്നുണ്ട്. ആ സച്ചിയെ കണ്ടതും വീരാനൊന്ന് പരിങ്ങി അവൻ്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. നിങ്ങൾ ആ ശ്രുതിയുടെ ചെറിയച്ചനല്ലേ, നിങ്ങളെന്താ ഇവിടെ എന്ന് ചോദിക്കാണ്. അത് പിന്നെ എൻ്റെ മോള് ആരെ ഇക്ക ഇത് എന്ന് ചോദിക്കാൻ. ഇക്കയോ? നിങ്ങളെങ്ങനെ ഇക്കയാവുന്നത്? നിങ്ങൾ ആ ശ്രുതിയുടെ ചെറിയച്ചനാണല്ലോ അന്ന് വീട്ടിൽ വന്ന് പറഞ്ഞത്. അയ്യോ, നിങ്ങൾ കാറിൽ മാറിപ്പോയതായിരിക്കുമെന്ന് പറയുന്നുണ്ട് ബീരാൻ. എനിക്ക് ആൾ മാറിയിട്ടില്ല. നിങ്ങൾ തന്നെയാണ് ഇതേ വേഷം ഇതേ കോലം, പക്ഷെ വേഷത്തിൽ മാത്രം വ്യത്യാസമുണ്ട്. ഇതേ ഷേപ്പായിരുന്നു. അല്ല, നിങ്ങൾക്ക് ആൾ മാറിയതാ, ഇതെൻ്റെ ഇക്കയാണെന്ന് സുഹറ പറയുന്നുണ്ട്. ഞങ്ങളിപ്പോൾ വല്ലാത്ത മാനസികാവസ്ഥയിലാണ്, നിങ്ങൾ കഷ്ടപ്പെടുത്തത്, ഒന്ന് പോയേ എന്ന് ആ ശ്രീ പറയുന്നുണ്ട് കേട്ടോ. എന്താ നിങ്ങളുടെ പ്രശ്നം എന്ന് ചോദിക്കാൻ. നിങ്ങൾ ആ ശ്രുതിയുടെ ചെറിയച്ചനായിട്ട് വീട്ടിൽ വന്ന ആളല്ലേ, എനിക്ക് ഉറപ്പുണ്ട് നിങ്ങളുടെ മോളെ ഞാൻ സഹായിക്കാമെന്ന് സച്ചി പറയുന്നുണ്ട്. അത് കേട്ടതും ആണെങ്കിലോ ബീരാന് വല്ലാത്ത സന്തോഷത്തോടെ സച്ചിയെ നോക്കുന്നുണ്ട്. തൽക്കാലം കാശ് കിട്ടുമെന്ന് ഞാൻ നോക്കട്ടെ, നിങ്ങൾ ഇവിടെ നിൽക്കി, ഞാൻ ഈ മനുഷ്യനെ അറിയാലോ, അതുകൊണ്ടാണ്. എന്തൊക്കെയോ ഇതിൻ്റെ പിന്നിൽ കള്ളത്തരുണ്ടെന്ന് എനിക്കറിയാം, അതൊന്നും ഞാനിപ്പോൾ ചോദിക്കുന്നില്ല. ഇപ്പോൾ നമ്മുടെ മുമ്പിൽ മോളുടെ ജീവൻ മാത്രമാണ്. എന്തായാലും നിങ്ങളെ സഹായിക്കാൻ എനിക്ക് പറ്റുമെന്ന് എനിക്കറിയില്ല, എന്നാലും എന്നെക്കൊണ്ടാവുന്നത് ഞാൻ ശ്രമിക്കാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ സച്ചി രേവതിയെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. സച്ചിയേട്ടാ, അതിനിപ്പോൾ ഈ സമയത്ത് 2 ലക്ഷം രൂപ നമ്മൾ എവിടെ നിന്ന് എടുത്തു കൊടുക്കാനാണ്? ആ മനുഷ്യൻ്റെ അവസ്ഥ കണ്ടിട്ട് വല്ലാതെ ദയനീയമാണ്. 11 വയസ്സായ കുട്ടിയാണ്. ആ കുട്ടിക്ക് ഇനി എത്രയോ ജീവിതം, ഈ ഓപ്പറേഷൻ നടന്നാൽ ആ കുട്ടി ജീവൻ രക്ഷപ്പെടും എന്ന് പറയാണ്. അതിനുശേഷം സച്ചി എന്തൊക്കെയോ ചെയ്തുകൊണ്ട് തന്നെ 2 ലക്ഷം രൂപയായിട്ട് ഹോസ്പിറ്റലിലേക്ക് എത്തുന്നുണ്ട്. കണ്ണ് നിറഞ്ഞുകൊണ്ട് വീരൻ കൈക്കൂപ്പി അവൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഈ സഹായം ഒരിക്കലും ഞാൻ മറക്കില്ല, തവണകളായിട്ട് ഈ കാശ് ഞാൻ തിരിച്ചു തരികയെന്ന് ചെയ്യും. എന്നെക്കൊണ്ട് ഞാൻ 2 ലക്ഷം രൂപ ഒപ്പിച്ചു, പക്ഷെ മറ്റൊരു നിവൃത്തി ഇല്ലാതായിരുന്നു. ഇവളുടെ മഹർ പോലും ഞാൻ വിറ്റിട്ടാണ് പണമെല്ലാം ഒപ്പിച്ചത് എന്ന് പറഞ്ഞ് കൈകൂപ്പുന്നുണ്ട്. അതൊന്നും സാരല്ല, എത്രയും പെട്ടെന്ന് മോളുടെ ഓപ്പറേഷൻ നടക്കട്ടെ എന്ന് പറയാണ്. അങ്ങനെ മോളുടെ ഓപ്പറേഷൻ നടക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്തൊക്കെ സച്ചി അവിടെ തന്നെ ഉണ്ട്. കുറച്ച് സമയം കഴിഞ്ഞ് ഡോക്ടർ വന്ന് പറയുന്നുണ്ട്, ഓപ്പറേഷൻ കഴിഞ്ഞു കേട്ടോ, ഇനിയിപ്പോൾ പേടിക്കാനൊന്നുമില്ല, മോള് സുഖമായിട്ടിരിക്കുന്നു, എത്രയും പെട്ടെന്ന് റൂമിലേക്ക് മാറ്റാൻ വേണ്ടി പറ്റും എന്ന് പറയാൻ. ബീരാനാണെങ്കിലോ ഈ സമയം സച്ചിയുടെ കൈ പിടിച്ചുകൊണ്ട് നന്ദി അറിയിക്കുന്നുണ്ട്. അതിനുശേഷം ബീരാനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ അന്ന് വീട്ടിൽ വന്ന ശ്രുതിയുടെ ചെറിയച്ഛനല്ലേ? അതെ, അത് അവൾ എന്നെക്കൊണ്ട് വേഷം കെട്ടിച്ചതാണ്, പണത്തിന് വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അന്നും എൻ്റെ മോൾക്ക് മരുന്ന് വാങ്ങിച്ചു കൊടുക്കാനൊക്കെ എനിക്ക് പണം വേണമായിരുന്നു, അതിനാ അവർ പറഞ്ഞതെല്ലാം കാണിച്ചത്. പക്ഷേ എനിക്കൊരു അത്യാവശ്യം വന്നപ്പോൾ കുറച്ച് പണമായി ചോദിച്ച് ഞാൻ വിളിച്ചപ്പോൾ അവരെന്നെ എന്തൊക്കെയാ പറഞ്ഞെന്നറിയോ സാറേ? അവൾ ഫ്രോഡാണ്, അവൾക്ക് അങ്ങനെ ഒരു അച്ഛനില്ല, അങ്ങനെ ഒരു അച്ഛന് മലേഷ്യയിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്നെ ഇങ്ങനെ വേഷം കെട്ടിച്ച് വരില്ലായിരുന്നല്ലോ. എൻ്റെ മോളുടെ ആവശ്യത്തിന് വേണ്ടി അവളെ വിളിച്ചപ്പോൾ അവളുടെ വാലിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ? ഞാൻ ഒരു തട്ടിപ്പുകാരനാണെന്നും എൻ്റെ മോളുടെ അസുഖമൊക്കെ ഞാൻ കള്ളം പറഞ്ഞതാണെന്നും പറഞ്ഞ് അവൾ ഫോൺ വെച്ചു പോയി. അവളെയാണ് ഞാൻ രക്ഷിക്കാൻ വേണ്ടി നോക്കിയത്. സാറിൻ്റെ ഇതുപോലെ നല്ല മനസ്സുള്ള ഒരാളുടെ വീട്ടിൽ അതുപോലെ ഒരുത്തി വന്നു കയറിയല്ലോ, എനിക്ക് വിഷമമുണ്ട്. അങ്ങനെ എല്ലാ സത്യങ്ങളും തുറന്ന് പറയുന്നുണ്ട് ബീരാന്. അപ്പോൾ അവളുടെ പണി ഇത് തന്നെ, അവൾക്ക് അങ്ങനെ ഒരു അച്ഛൻ മലേഷ്യയിലില്ല. അപ്പോൾ ഈ അടുത്തതായിട്ട് അവളുടെ അച്ഛൻ ജയിലിലാണെന്ന് നിങ്ങൾ വന്ന് പറഞ്ഞല്ലോ, അതെല്ലാം അവരെന്നെ കൊണ്ട് പറയിപ്പിച്ചതാണ്. നിങ്ങളുടെ അമ്മ അവൾക്കൊരു സുഖം കൊടുക്കാറില്ലല്ലോ, അച്ഛൻ മലേഷ്യയിൽ നിന്ന് വരാൻ പറഞ്ഞിട്ട്. പിന്നെ ഈ അടുത്തായിട്ട് അവൾക്കൊരു 30 ലക്ഷം രൂപ അവളുടെ അച്ഛൻ കൊടുത്തല്ലോ, അതൊന്നും എനിക്കറിയില്ല സാറേ, അവരെങ്ങനെയാണ് പണം ഉണ്ടാക്കുന്നതെന്നോ ഒന്നും എനിക്കറിയില്ല. അങ്ങനെ ഒരു അച്ഛൻ മലേഷ്യയിൽ ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. അതെല്ലാം അവൾ കള്ളം പറഞ്ഞതാണ്, അവൾക്ക് എന്തോ ലക്ഷ്യമുണ്ട്, അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ കള്ളം പറഞ്ഞത് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ബീരാനെന്ന് അറിഞ്ഞ സത്യവുമായിട്ട് സച്ചി പോകുന്നുണ്ട്. എന്നിട്ട് അച്ഛനോട് പറയാമെന്ന് കരുതിയപ്പോൾ വേണ്ട, അച്ഛന് അറ്റാക്കൊക്കെ ഉള്ളതല്ലേ, അതുകൊണ്ട് ഈ കാര്യം ഇപ്പം തന്നെ ആരോടും പറയണ്ട. അങ്ങനെ രേവതിയോട് പറയുന്നുണ്ട്. പിന്നെ ആ പൗഡർ എടുത്തില്ലേ, വലിയൊരു കള്ളാണ്, അവൾക്ക് അങ്ങനെ ഒരു അച്ഛൻ മലേഷ്യയിലില്ല. എന്താ സച്ചേട്ടാ ഈ പറയുന്നത്? അതെ, സത്യമാണ് ഞാൻ പറയുന്നത്, അവൾക്ക് അങ്ങനെ ഒരു അച്ഛൻ മലേഷ്യയിലില്ല. എന്താ നിങ്ങൾ പറഞ്ഞത്? അതെ, അവളെ ചെറിയച്ഛനാണെന്ന് പറഞ്ഞ് ഒരാൾ ഇങ്ങോട്ട് വന്നില്ലേ, അയാളുടെ പേര് ബീരാൻ, അയാൾക്ക് വേണ്ടിയിട്ടാ
ഞാൻ ഇന്ന് കാശി ഹോസ്പിറ്റലിൽ കൊടുത്തത് ആ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാനാണെന്ന് അയാൾ എന്നോടെല്ലാം പറഞ്ഞു. അപ്പോൾ അവൾക്ക് അങ്ങനെ ഒരു ചെറിയച്ഛനില്ലേ? ഇല്ല, അവൾക്ക് അങ്ങനെ ഒരു ചെറിയച്ഛനുമില്ല, അവൾക്ക് അങ്ങനെ ഒരു അച്ഛനുമില്ല. അവൾ കള്ളം പറഞ്ഞതാ. വലിയ പണക്കാരിയായാലേ അമ്മ സ്നേഹിക്കൂ എന്നൊരു തോന്നലായിരിക്കും. അങ്ങനെ കള്ളത്തരത്തിലൂടെയാണ് അവൾ സുധിയെ വിവാഹം കഴിച്ചത്. അമ്മ അറിഞ്ഞാൽ ഇത് വലിയ പ്രശ്നമാവല്ലോ സച്ചിയേട്ടാ. അതെ, അമ്മ അറിഞ്ഞാൽ ഇത് വലിയ പ്രശ്നമാവും. പിന്നെ ആ പൗഡർ എടുത്തിയെ എന്തായാലും വീട്ടിൽ നിന്ന് പുറത്താക്കുമെന്ന് സച്ചി പറയാണ്. തൽക്കാലം ഈ കാര്യം സച്ചിയേട്ടന് ആരോടും പറയണ്ട. ആഹാ, എൻ്റെ മനസ്സിൽ അങ്ങനെയൊന്നും ഇരിക്കില്ല. അവളുടെ അഹങ്കാരത്തിന് ഒരു പണി കൊടുക്കണമെന്ന് ഞാൻ കരുതിയതാ. അവൾ എന്തൊരു അഹങ്കാരമാണ് കാണിച്ചു കൂട്ടിയത്. വലിയ ബിസിനസ്സുകാരൻ്റെ മകള്. അപ്പോൾ അവൾക്ക് എവിടുന്ന ഇത്രയും കാശെന്ന് ചോദിക്കുന്നുണ്ട്. അതാരെങ്കിലും തട്ടിച്ചതായിരിക്കും, അല്ലാതെ അവൾക്ക് എവിടുന്ന 30 ലക്ഷം? അങ്ങനെ ഒരു അച്ഛൻ അവൾക്കില്ലല്ലോ. ഒരു പക്ഷേ സച്ചേട്ട നീലിമ സുധിക്ക് കിട്ടാനുള്ള കാശ് കൊടുത്തു കാണുമോ? അതിന് വഴിയില്ല, എന്തായാലും നമുക്ക് നോക്കാം എന്ന് പറയാട്ടോ. അങ്ങനെ സച്ചിയും രേവതിയും എല്ലാം മനസ്സിലാക്കാണ്. അതിനുശേഷം സുധിയും ശ്രുതിയും കൂടെ പാർലറിലും കമ്പനിയിൽ നിന്നൊക്കെ വരുന്ന സമയത്ത് രേവതിയും സച്ചിയും അവരെ തന്നെ നോക്കുക. അവരെ കണ്ടതും ശ്രുതിയാണെങ്കിലോ അഹങ്കാരത്തിൽ പറയുന്നുണ്ട്, രേവതി എനിക്കൊരു ഗ്ലാസ് ജ്യൂസ്. അത് കേട്ടതും സച്ചി പറയും, നിനക്ക് ജ്യൂസ് എടുത്ത് തരാനല്ല, വേലക്കാരിയല്ല ഇവൾ എൻ്റെ ഭാര്യയാണ്, ഇവളാ എനിക്ക് തരേണ്ടത്. അതെന്താടാ? അവൾക്കൊരു ഗ്ലാസ് ജ്യൂസ് കൊടുത്താൽ അവർ വലിയ ബിസിനസ്സൊക്കെ ചെയ്ത് ക്ഷീണിച്ച് വരികയാണ്. രേവതി ജ്യൂസ് എടുത്ത് കൊടുക്ക്. അത് കേട്ടതും സച്ചി പറയും, രേവതി നീ അവൾക്ക് ജ്യൂസ് എടുത്ത് കൊടുക്കുക, നീ വേലക്കാരിയാണോ? എൻ്റെ ജോലി മാത്രം നീ ഇവിടെ ചെയ്താൽ മതി, നിനക്ക് വേണമെങ്കിൽ പോയി കുടിക്കടി എന്ന് പറയുന്നുണ്ട്. എടാ സച്ചി, നിന്നെപ്പോലെ വെറുതെ ഇരിക്കല്ല, സുധിക്കും എനിക്കും നല്ല ജോലിയുണ്ട്, നല്ല വരുമാനമായിട്ട് ഞങ്ങൾ ബിസിനസ് ചെയ്യാണ്. എന്നിട്ട് ഈ വീട്ടിലേക്ക് എന്തെങ്കിലും നിങ്ങൾ കൊണ്ടുവരുന്നുണ്ടോ? നിങ്ങൾ ബിസിനസ് ചെയ്യുന്നുണ്ടെന്ന് പറയാനല്ലാതെ എന്തെങ്കിലും മെച്ചം ഈ കുടുംബത്തിന് കണ്ടില്ല. ഇത് കേട്ടങ്ങനെ ശ്രുതിയാണെങ്കിലോ വീണ്ടും വീണ്ടും സച്ചിയോട് പറയുന്നുണ്ട്. ശ്രുതിയെ ചൊടിപ്പിക്കാനായിട്ട് സച്ചി പറയാണ്, ഇവളെവിടം വരെ പോകുമെന്ന് അറിയാമല്ലോ. അതിനുശേഷം സച്ചി പറയും, ഇന്ന് ഞാൻ ബീരാനെ കണ്ടിരുന്നു. ഇത് കേട്ട ശ്രുതി ആകെ നെട്ടുന്നുണ്ട്. ശ്രുതിയുടെ മുഖത്തേക്ക് തന്നെ നോക്കുകയാണ് രേവതി. അത് കേട്ട ചന്ദ്രമതി ചോദിക്കും, ആരാ ഈ ബീരാന്? അതൊക്കെ ഇവൾക്കറിയാം. ബീരാനെ ഞാൻ കണ്ടു. ബീരാൻ എല്ലാം പറഞ്ഞു. ഇന്ന് രാവിലെ അയാളുടെ മോളുടെ ഓപ്പറേഷത്തിന് വേണ്ടിയിട്ട് നിന്നെ വിളിച്ചായിരുന്നല്ലോ, കാശുമ്മ ചോദിച്ചോണ്ട്. എന്നിട്ട് നീ കൊടുത്തോ? ഇല്ലല്ലോ. പക്ഷേ നിന്റെ ചെറിയച്ഛൻ്റെ മകള് ഹോസ്പിറ്റലിലാണെന്ന് പറയാണ്. ഇത് കേട്ട ചന്ദ്ര പറയും, അയ്യോ, അതിന് ശ്രുതിയുടെ ചെറിയച്ഛൻ മോൾക്ക് എന്താ പറ്റിയത്? അവരുടെ കുടുംബം അതിന് നാട്ടിലുണ്ടോ? അങ്ങനെ ശ്രുതിയാണെങ്കിലോ എന്ത് പറയണമെന്നറിയാതെ ആകെ പെട്ട മാതിരി നിൽക്കാൻ കേട്ടോ. ഒടുവിൽ സച്ചിയെ രേവതി എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് കൊണ്ടുപോകുന്നുണ്ട്. വീണ്ടും ചന്ദ്ര ചോദിക്കുന്നത്, എന്താ ശ്രുതി അവൻ പറഞ്ഞതിൻ്റെ അർത്ഥം? നിന്റെ ചെറിയച്ഛൻ അവൻ കണ്ടെന്നോ? അതവൻ സച്ചി വെറുതെ പറയുന്നതാ. ഞങ്ങളെ ഇപ്പം നല്ല ബിസിനസ്സൊക്കെ ചെയ്യല്ലേ, അതിൻ്റെ ഒരു അസൂയുണ്ട് അവൻക്കും രേവതിക്കും. അത് ശരിയാണ്, എന്തായാലും മോൾക്കുള്ള ജ്യൂസ് ഞാൻ എടുത്തുകൊണ്ട് തരാം എന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് ചന്ദ്ര പോകുന്നുണ്ട്. ബീരാനെ കണ്ടെന്ന് കാര്യം ശ്രുതിക്ക് മനസ്സിലാവാണ്. ആ ബീരാൻ എന്തൊക്കെയാണാവോ സച്ചിയോട് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന സമയത്ത് സച്ചി വീണ്ടും വരുന്നുണ്ട്. പൗഡർ എടുത്തി, ബീര എന്നോടെല്ലാം പറഞ്ഞു. അങ്ങനെ ഒരു ചെറിയച്ഛനെ നിനക്ക് മലേഷ്യയിലില്ല, അങ്ങനെ ഒരു അച്ഛന് നിനക്ക് മലേഷ്യയിലുമില്ല. നീ എന്തൊക്കെ കള്ളാടി പറഞ്ഞത്? ആ പാവം മനുഷ്യൻ അയാളുടെ മോൾക്ക് വേണ്ടി ഇന്ന് രാവിലെ വിളിച്ചപ്പോൾ അയാൾ ചെയ്തതിനെങ്കിലും നന്ദി കാണിച്ചൂടെ? ഇത്തിരി രൂപയെങ്കിലും അദ്ദേഹത്തിന് കൊടുക്കാമായിരുന്നു. ഇനിയിപ്പോൾ പണം കൊടുത്തില്ലെങ്കിലും വേണ്ടില്ല. നീ എന്തൊക്കെയാ അദ്ദേഹത്തോട് പറഞ്ഞത്? ഒരു പാവം മനുഷ്യനാണ്, അയാളെ വേഷം കെട്ടിച്ച് നീ ഇവിടെ എത്തിച്ചത്. എല്ലാം എനിക്കറിയാം. പക്ഷേ തൽക്കാലം ഞാൻ ഇതൊന്നും അറിഞ്ഞതായിട്ട് ഭാവിക്കുന്നില്ല. പക്ഷേ നിൻ്റെ അഹങ്കാരം തീർത്തില്ലെങ്കിൽ ഒരിക്കൽ ഞാനിതെല്ലാം പൊട്ടിത്തെറിക്കും എന്ന് പറയുന്നുണ്ട്. ശ്രുതി ആണെങ്കിലും പെട്ട പോലെ നിൽക്കാണ്. നീ എല്ലാം കള്ളം പറഞ്ഞാലും ഞാൻ വിശ്വസിക്കുമെന്ന് കരുതിയോ? അതെൻ്റെ ചെറിയച്ഛൻ തന്നെയാണ് ബീരാനെ. എനിക്കറിയില്ല, ഒരാളെ പോലെ 9 പേരുണ്ടാവില്ലേ എന്ന് ശ്രുതി ചോദിക്കുമ്പോൾ രേവതി അവൾക്ക് അരികിലേക്ക് വരുന്നുണ്ട്. അതെ, ഒരാളെ പോലെ 9 പേരുണ്ടാവും. പക്ഷെ ബീരാനെ പോലെ ബീരാൻ മാത്രമേ ഉള്ളൂ. അദ്ദേഹം എല്ലാ സത്യങ്ങളും പറഞ്ഞു. അത് ഞങ്ങളുടെ ഫോണിൽ റെക്കോർഡുമാണ്. അയാൾ ഏത് നിമിഷവും ഇങ്ങോട്ട് വരും. കാരണം അയാളെ സഹായിച്ചത് സച്ചിയാണ്. അതുകൊണ്ട് അതിൻ്റെ നന്ദിയും കടപ്പാടും സച്ചിയേട്ടനോടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇവിടെ വന്ന് സത്യങ്ങളൊക്കെ പറയാൻ നല്ല ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞ് ശ്രുതിയെ മുൾമുനയിൽ നിർത്താൻ കേട്ടോ. ഇതെല്ലാം കണ്ടുകൊണ്ട് തന്നെ ശ്രുതി ആകെ പേടിയോടെ നിൽക്കുകയാണ്. രേവതി, സച്ചി, അമ്മ എനിക്ക് ഒരു സുഖം തരാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത്. എന്തൊക്കെ ആയാലും നിനക്ക് അങ്ങനെ ഒരു അച്ഛൻ മലേഷ്യയിലുണ്ട്. അതെ ഉണ്ട്, അതുകൊണ്ടാണല്ലോ ഈ പണമൊക്കെ എനിക്ക് തന്നത്. അതിലും ഞങ്ങൾക്ക് സംശയമുണ്ട്. നിൻ്റെ അച്ഛനെ നിനക്ക് പണം അയച്ചെന്ന ഡീറ്റെയിൽസ് കാണിക്കുമെന്ന് പറയുമ്പോൾ അതൊക്കെ ബാങ്കിൽ പോയി എടുക്കണ്ടേ? അതിനൊക്കെ റിസ്ക് അല്ലേന്ന് രേവതിയെടുത്ത് ശ്രുതി പറയാട്ടോ. അതിന് ഞങ്ങൾക്ക് യാതൊരു റിസ്ക്കുമില്ല ശ്രുതി. എന്തായാലും തൽക്കാലം നിന്നെ വെറുതെ വിട്ടു. പക്ഷേ സത്യങ്ങളൊന്നും അധികകാലം മറച്ചു വെക്കാൻ കഴിയില്ല. എത്രയും പെട്ടെന്ന് നിൻ്റെ എല്ലാ യഥാർത്ഥ മുഖം പുറത്ത് വരുന്നതാണെന്ന് പറഞ്ഞിട്ട് ആ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നുണ്ട് കേട്ടോ.
പക്ഷേ ശ്രുതി പിന്നെ സച്ചിയുടെ മുമ്പിലൊന്നും വല്ലാതെ അങ്ങ് വരുന്നില്ല. എപ്പോഴാണോ ഇവനിതെല്ലാം വിളിച്ച് പറയാമെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ ശ്രുതിക്ക് വല്ലാതൊരു ഭയം ഉണ്ട് കേട്ടോ. അങ്ങനെ അഹങ്കാരം കുറയുന്നുണ്ട്. എന്നാലും ശ്രുതി ഉള്ളിലൂടെ ഇവർക്ക് രണ്ടുപേർക്കും നല്ല പാര പണിയുന്നുണ്ട്. അങ്ങനെ ബീരാൻ്റെ കേസ് അവിടെ അങ്ങനെ അങ്ങ് അവസാനിച്ചു കേട്ടോ. പക്ഷേ ശ്രുതിയുടെ അധികം വൈകാതെ തന്നെ ശ്രുതിക്ക് ഒരു മകനുണ്ടെന്നും വിവാഹം കഴിഞ്ഞെന്നൊക്കെ ചന്ദ്രയുടെ കാതിലെത്തുന്നുണ്ട്. ആ ഒരു എപ്പിസോഡിനും കൂടെ ആയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.